ഇന്ന് ഞാൻ ഷാസിക്ക് മുട്ട ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഷാസിക്ക് 8 മാസം കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ആദ്യമായിട്ട് മുട്ട ഒന്ന് കൊടുത്ത് നോക്കാൻ പോണത്. നമ്മൾ ആദ്യമായിട്ട് കുഞ്ഞുങ്ങൾക്ക് മുട്ടയൊക്കെ കൊടുത്തു തുടങ്ങുമ്പോൾ ഹാർഡ് ബോയിൽ ചെയ്തിട്ടാണ് മുട്ട എടുക്കേണ്ടത്. ഹാഫ് ബോയിൽ ചെയ്തിട്ടൊന്നും കൊടുക്കാൻ നിൽക്കരുത്. ആദ്യം തന്നെ നല്ലോണം മുട്ട പുഴുങ്ങിയിട്ട് മാത്രമാണ് കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെ ഞാനിവിടെ മുട്ട നല്ല പുഴുങ്ങി എടുത്തിട്ടുണ്ട്. അതുപോലെ ആദ്യം നമ്മൾ യോക്ക് പോർഷനാണ് കൊടുക്കേണ്ടത്. മുട്ടേൻ്റെ വെള്ള കൊടുക്കരുത്. മഞ്ഞ വേണം ആദ്യം കുട്ടികൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതും ഫസ്റ്റ് വളരെ കുറച്ച് മാത്രം ഒന്ന് കൊടുത്തു നോക്കണം. എന്നിട്ട് അലർജി ഒന്നും ഇല്ലാതെ നോക്കിയിട്ട് മാത്രമാണ് പിന്നെ നമ്മളത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ ഒരു മുട്ടേൻ്റെ പകുതി എടുത്തിട്ടുള്ളൂ. പകുതിൻ്റെ മഞ്ഞ മാത്രമേ എടുത്തിട്ടുള്ളൂ. പിന്നെ തൊണ്ടയിലൊന്നും കെട്ടണ്ട കരുതിയിട്ട് ഞാൻ ഒരു സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് കുറച്ചൊന്ന് ലൂസാക്കി എടുത്തിട്ടാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതും ഈ പറഞ്ഞ പോലെ നമ്മൾ ആദ്യമായിട്ട് ഒരു ഫുഡ് കൊടുക്കുമ്പോൾ അവർ ഇഷ്ടമില്ലാത്ത പോലെയൊക്കെ ഇങ്ങനെ കാണിക്കും. പിന്നെ അതങ്ങനെ പതുക്കെ കഴിച്ചോളും. പൊതുവേ എനിക്ക് നെയ്യിൻ്റെ ഒക്കെ അങ്ങനത്തെ ഒരു ടേസ്റ്റ് ഒന്നും ഇഷ്ടമില്ലാത്തതാണ്. പക്ഷെ മുട്ടേൻ്റെ ഒരു ടേസ്റ്റ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അതങ്ങനെ കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ ആദ്യമായിട്ടൊക്കെ കുഞ്ഞുങ്ങൾക്ക് മുട്ടയൊക്കെ കൊടുക്കുമ്പോൾ ഇതുപോലെ കുറച്ച് വെള്ളമോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒഴിച്ചിട്ട് കുറച്ച് ലൂസാക്കി കൊടുക്കാൻ നോക്കുക. അല്ലെങ്കിൽ കുട്ടികൾക്കത് ഇറക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതുപോലെ എഗ് യോക്ക് കൊടുത്ത് കുറച്ച് ദിവസം അങ്ങനെ കഴിഞ്ഞിട്ട് മാത്രം എഗ് വൈറ്റ് കൊടുക്കാൻ തുടങ്ങുക. പിന്നെ ഇതുപോലെ കുറച്ചായിട്ട് കൊടുത്താൽ തന്നെ കുട്ടികൾ പതുക്കെ ഫുഡ് അങ്ങനെ കഴിച്ചോളും. പിന്നെ അങ്ങനെ ആദ്യമായിട്ട് മുട്ട കൊടുത്ത് കുട്ടിക്ക് അലർജി ഒന്നും ഇല്ല എന്നൊന്നും നോക്കിയിട്ട് മാത്രമാണ് പിന്നെ നമ്മളതങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ പാടുള്ളൂ. അങ്ങനെ കുറച്ച് ദിവസം മഞ്ഞയൊക്കെ കൊടുത്ത് ഒന്നങ്ങനെ സെറ്റായി കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് പതുക്കെ എഗ് വൈറ്റും ഇൻട്രൊഡ്യൂസ് ചെയ്യാം.